അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ആർമി ഓഫീസറുടെ മകനാണ്. ഇന്ന് നമ്മോടൊപ്പം തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം അയച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ശക്തമായി കാലയളവിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം കെ മത്തായി അവറുകൾ മുംബൈയിൽ നിന്നും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുന്നമേ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ബൈബിൾ സ്കൂൾ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ച കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ, ദൈവം അയച്ച ഇടങ്ങളിലൊക്കെ അനേകരുടെ വിടുതലിന് കാരണമായി തീരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. തന്റെ അനുഭവങ്ങൾ, തന്നെ ഓർമ്മകൾ പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാം കെ മത്തായി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകി തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൻഡ് ഓൾസോ വാണ്ട് ടു താങ്ക് പാസ്റ്റർ ഡാനിയൽ. ആക്ച്വലി എനിക്ക് മലയാളത്തിൽ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കുവാനോ അത്ര അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പലരും ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങ് നോ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ ഡാനിയൽ സംസാരിച്ചപ്പം അല്ല, അറിയാവുന്ന മലയാളം മതി, സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ആൻഡ് ഇങ്ങനൊരു അവസരം നൽകി തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അരോമ ടി വി ആൻഡ് പാസ്റ്റർ ഡാനിയൽ ആൻഡ് ഫാമിലി ആൻഡ് ദ എൻറ്റയർ മിനിസ്ട്രി, ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞ പോലെ സാം കെ മത്തായി, കെ കുഞ്ഞെന്ന വിളിക്കുന്നത്, സാം കുഞ്ഞു മത്തായി. ഞാൻ ജനിച്ചു വളർന്ന എല്ലാം നോർത്ത് ഇന്ത്യയിലാണ്. എൻ്റെ പിതാവ് ഒരു ആർമി ഓഫീസറായിരുന്നു. ആൻഡ് ആ കാരണത്താൽ എല്ലാ 2.5-3 വർഷം ആവുമ്പോൾ പപ്പായ്ക്ക് പോസ്റ്റിംഗ് കിട്ടുമായിരുന്നു. സോ പപ്പായുടെ ട്രാൻസ്ഫർ എങ്ങോട്ടൊക്കെ കിട്ടുന്നോ ആ സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ മൂവ് ആവാൻ. അങ്ങനെ കൊച്ചിലെ തൊട്ട് ചിലപ്പോൾ ഹരിയാന, ചിലപ്പോൾ രാജസ്ഥാൻ, ചിലപ്പം പഞ്ചാബ്, ഇങ്ങനെ പലയിടത്തും യാത്ര ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് നമ്മൾ പാസ്റ്റർ, ചർച്ച്, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ സ്കൂൾ, നമ്മളുടെ ടീച്ചേഴ്സ് എല്ലാവരെയും ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആയി വരുമ്പോഴത്തേന് അടുത്ത ഒരു ട്രാൻസ്ഫർ. സോ അന്നൊക്കെ വലിയ പ്രയാസമായിരുന്നു. എന്നാൽ പപ്പ ആർമിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിലാണ് പഠിച്ചത്. സോ CBSE സിലബസ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടി. ആൻഡ് CBSE കേന്ദ്രീയ വിദ്യാലയക്കകത്ത് ഞങ്ങൾ ഇന്ത്യയിൽ എവിടെ ട്രാൻസ്ഫർ ആയാലും സെയിം സിലബസ് ആയതുകൊണ്ട് അങ്ങനെ പ്രയാസം വന്നില്ല. പക്ഷെ ഇമോഷണലി ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ എനിക്കറിയാം അതെല്ലാം ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പദ്ധതിയാണ്. ബിക്കോസ് ദൈവം അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. സോ അതുകൊണ്ട് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വെരി ക്ലിയർലി ദാറ്റ് ദൈവം ഒരു വലിയൊരു പർപ്പസുമായിട്ടാണ് നമ്മളെ അതെല്ലാം പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ആ യാത്ര എല്ലാം ചെയ്യിപ്പിച്ചു. സോ എൻ്റെ മാതാവും പിതാവും ദൈവത്തെ സ്നേഹിക്കുന്നതും പിന്നെ ഒരു നല്ല പെന്റിക്കോസ്റ്റൽ കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന എല്ലാം. സോ ഞാൻ എപ്പോഴും പോകുന്നിടത്തെല്ലാം എൻ്റെ മാതാവിനെയും പിതാവിനെയും കുറിച്ച് പറയാറുണ്ട്. ആൻഡ് ദൈവത്തെ ഞാൻ എത്ര നന്ദി കരയറ്റിയാലും അത് കുറവാണ്. ബിക്കോസ് അവര് ഒരു നല്ല ക്രിസ്തീയ ജീവിതം
വിശ്വാസത്തിന്റെ ജീവിതം, വചനപ്രകാരമുള്ള ജീവിതം ജീവിച്ച് ഞങ്ങളെ കാണിച്ചു. ഇന്നും അവര് ജീവനോടുണ്ട്. പപ്പ ഒരു 80 വയസ്സിലേക്ക് എൻട്രി ചെയ്യുന്നു. മമ്മി ഒരു 77ലേക്ക് ആയി. അവരിപ്പം ഡൽഹിയിലായിരിക്കുന്നു. ആൻഡ് ഞാനിപ്പം മുംബൈക്ക് അടുത്ത് പാൽഗഡ് ഡിസ്ട്രിക്റ്റില് നാലസുപ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യം ഇതാ. ഒരിക്കലും ഞങ്ങള് ഒരു പാസ്റ്റർ ആവണമെന്നോ അല്ലെങ്കിൽ ഫുൾ ടൈം ദൈവവേല ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അതിന് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പേ ഞങ്ങൾ 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ്. സോ അങ്ങനെ 4 മക്കളാ. ഞങ്ങളുടെ പേരൻസ് എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്കും അവർ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ആദിജാതൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രൂട്ട് ഫുൾ ടൈം ദൈവവേലയ്ക്ക് ഇറങ്ങണം. അന്നൊക്കെ ഞാൻ കേൾക്കുമ്പം എനിക്ക് സന്തോഷമായിരുന്നു. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ബോൺ അല്ലാത്തതുകൊണ്ട്. സോ ഞാൻ വിചാരിച്ച മൂത്ത ബ്രദർ ദൈവവേല ചെയ്യട്ടെ, ആൻഡ് നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കാം, ആൻഡ് അതനുസരിച്ച് നമ്മൾ മുമ്പിലോട്ട് പോവാം. പക്ഷെ ഞങ്ങളെല്ലാം ദൈവത്തെ സ്നേഹിക്കുമായിരുന്നു. പക്ഷെ ആഗ്രഹം പപ്പായുടെ കൂട്ട് തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജോലിയുടെ കൂടെ ദൈവവേല ചെയ്യുക, അല്ലെങ്കിൽ ദൈവവേലെ സഹായിക്കുക. അത് ഞങ്ങളുടെ കൊച്ചിലെ തൊട്ട് ഞങ്ങളെ പഠിപ്പിച്ച ഒരു യഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം ദൈവത്തെ സ്നേഹിക്കണം, ദൈവവേലയെ സ്നേഹിക്കണം, നമുക്ക് ചെയ്യാൻ ഒക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കും. കൊച്ചിലെ ഞങ്ങൾ കാണുമായിരുന്നു, നമ്മളുടെ കേരളത്തിൽ നിന്ന് വരുന്ന പാസ്റ്റർമാര് മിക്കവാറും എല്ലാം ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ആർമി ഓഫീസേഴ്സിന് കിട്ടുന്ന വീട് അന്നൊക്കെ പഴയ കാലത്തെ വലിയ ബംഗ്ലോസാണ്. അന്നേരം ഒത്തിരി റൂംസ് ഉണ്ട്, ഒത്തിരി സ്ഥലമുണ്ട്. സോ പാസ്റ്റർമാരൊക്കെ വന്ന് താമസിക്കുമ്പം അവരുടെ മീറ്റിങ്സ് അല്ലെങ്കിൽ അവര് നമ്മളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും സഭ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ, സോ പപ്പ ഉള്ളപ്പം പപ്പ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മലയാളത്തിൽ നിന്ന് ഹിന്ദി. പപ്പ ഇല്ലാത്തപ്പം മൂത്ത ബ്രദർ ചെയ്യുമായിരുന്നു, ഞാൻ അവർ രണ്ടുപേരും ഇല്ലാത്തപ്പം ഞാൻ ചെയ്യുമായിരുന്നു. സോ അങ്ങനെ കൊച്ചിലെ ഞങ്ങളെ ആ രീതിയിലെല്ലാം ഞങ്ങളുടെ പേരൻസ് പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങൾ പോയ സ്ഥലത്തെല്ലാം ഇപ്പം IPC ചർച്ച് ഉണ്ടെങ്കിൽ IPC, AG ഉണ്ടെങ്കിൽ AG, അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് ഉണ്ടെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ്. ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് അന്നൊക്കെ ചർച്ച് ഉണ്ടെങ്കിൽ അവിടെ പോവായിരുന്നു. പക്ഷെ ഇല്ലാത്ത സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കണ്ടത് പപ്പ തന്നെ ചർച്ച് പ്ലാൻ ചെയ്യുക. ആദ്യത്തെ ആഴ്ചയിലൊക്കെ പപ്പായും മമ്മിയും ഞങ്ങൾ 4 മക്കളും കാണത്തുള്ളൂ. സോ ഞങ്ങളെല്ലാം പാട്ട് പാടി ആരാധിച്ചെല്ലാം കഴിയുമ്പോൾ പപ്പ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാണ്. പക്ഷെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേന് ഞങ്ങൾ കാണുന്നത് പപ്പ 2-3 വരെ ആയിട്ടായിരിക്കും സൺഡേ വരുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും അവര് പപ്പ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ പപ്പ മമ്മിയെയും കൂട്ടി ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും സുവിശേഷം പറയാനും വീട്ടുകളിൽ പോയി പ്രാർത്ഥിക്കുവാനും ഇതെല്ലാം അവർ ചെയ്യുവാൻ. അൺനോൺ സ്ഥലത്ത്, പുതിയ സ്ഥലത്ത് പോലും പപ്പ ഈ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ആർമിയിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഓഫീസേഴ്സ് അതർ റാങ്ക്സിന്റെ അടുത്ത് പോകരുത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകരുത്. പക്ഷെ ആ ഒരു ലോ പപ്പ എപ്പോഴായാലും പൊട്ടിക്കുമായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് പപ്പ എല്ലാവരുടെയും വീട്ടിൽ പോവായിരുന്നു. ആർക്കെങ്കിലും ഒന്ന് വയ്യാന്നറിഞ്ഞാൽ, മീൻസ് ഓഫീസില് ഏതെങ്കിലും സ്റ്റാഫിന് വയ്യാന്നറിഞ്ഞാൽ അവരുടെ വീട്ടിലങ്ങ് എത്തും. അല്ല അവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ വയ്യാന്നറിഞ്ഞാൽ അവിടെ എത്തും, അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകും, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആൻഡ്
ഞങ്ങൾ ഒരു 2.5-3 വർഷം ഒരിടത്ത് നിൽക്കുവന്ന സമയത്ത് തന്നെ ഞങ്ങൾ കാണുന്ന ഒരു 80 to 100 ആൾക്കാർ അവിടെ ചർച്ചിൽ കൂടാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവുമ്പോഴത്തേന് ഏതെങ്കിലും അടുത്തുള്ള സിറ്റിയിൽ നിന്നുള്ള പാസ്റ്ററിനെ വിളിച്ച് എവിടെ ഒരു സഭയുണ്ട്, ഇതിനെയും പാസ്റ്റർ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരുന്നു പപ്പ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. സോ അങ്ങനെ കൊച്ചിലെ തൊട്ട് ആത്മീയ എല്ലാ കാര്യത്തിലും ആൻഡ് യൂത്ത് മീറ്റിംഗിലും പ്രസംഗിക്കാനും പാടാനും വർഷിപ്പ് ലീഡ് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ പേരൻസ് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് ഏത് കോമ്പറ്റീഷനിൽ പോയാലും സ്റ്റേറ്റ് ലെവലിലായാലും ഏത് ലെവലിലായിരുന്നു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടും. ആൻഡ് ഞങ്ങൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും തമ്മിലായിരിക്കും മിക്കവാറും കോമ്പറ്റീഷൻ. ചിലപ്പം പുള്ളിക്കാരൻ മൂത്ത ബ്രദർ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്, ഞങ്ങള് സെക്കൻഡ് ആയിരിക്കും. ചിലപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്ന അടുത്തതായിരിക്കും സെക്കൻഡ്. ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു വചനം പഠിക്കുവാനും വചനത്തിന്റെ ഓരോ കാര്യങ്ങളും അറിയുവാനും. പേരൻസ് പഠിപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഫാമിലി പ്രേയറിൽ ബൈബിൾ ക്യൂസ് കാണും, അല്ലെങ്കിൽ ക്വിക്ക് റീഡിങ് കാണും. അന്നേരം ഞങ്ങൾ 4 പേരെ ഏറ്റവും എളുപ്പം അത് തുറന്ന് പഠിക്കുവാനും അങ്ങനെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ലൈഫായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ട്രോങ് റൂൾ ഉണ്ടായിരുന്നു. അതൊരു ഡിസിപ്ലിൻ ആയിരുന്നു. ഏത് എക്സാം ആയാലും, ഫൈനൽ ആവട്ടെ ബോർഡ് ആവട്ടെ, ഒരു പ്രാർത്ഥനയും വിടരുത്, ഒരു ആരാധനയും വിടരുത്, ഉപവാസ പ്രാർത്ഥന ആയാലും വിടരുത്. പോകാൻ ഒക്കുന്നിടത്തെല്ലാം പോകണം. ആൻഡ് അന്നേരം ഞങ്ങളും സന്തോഷമായിട്ട് അതിലെല്ലാം പങ്കുചേരുവായിരുന്നു. സോ ഞാൻ ഇങ്ങനെ വളർന്നു വന്നപ്പം എൻ്റെ മൂത്ത ബ്രദർ 12ാം ക്ലാസ് കഴിഞ്ഞപ്പം എൻ്റെ പപ്പ മൂത്ത ബ്രദറിനോട് ചോദിച്ചു, നീ എന്തുവാ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അന്നേരം എൻ്റെ മൂത്ത ബ്രദർ ആദ്യം പപ്പയുടെ കൂട്ട് തന്നെ ആർമി ഓഫീസറായി, പിന്നെ അതിൻ്റെ കൂടെ ദൈവവേല ചെയ്യാന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ആർമി ഓഫീസേഴ്സിന്റെ ലൈഫും അവരുടെ പ്രശ്നങ്ങളും അതെല്ലാം കണ്ടു കഴിഞ്ഞ പുള്ളിയുടെ ആ എയിം അങ്ങ് മാറി. 12 കഴിഞ്ഞപ്പം എൻ്റെ പിതാവ് എൻ്റെ മൂത്ത ബ്രദറിനോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ പോയി ഒരു ആഴ്ച ഉപവാസ പ്രാർത്ഥന ഇരിക്കുക, ദൈവം പറയുന്ന പോലെയൊക്കെ ചെയ്യുക. അന്നേരം പുള്ളി പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. എല്ലാ ക്ലാസ്സിലും പുള്ളി ടോപ്പറായിരുന്നു. പുള്ളിക്ക് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ബോർഡ് എക്സാമിലായാലും പുള്ളി ഡ്രോയിങ് ഒക്കെ വല്ലതും വരച്ചുകൊണ്ടിരിക്കും. പക്ഷെ സ്കൂളിൽ ഫസ്റ്റാ. ആൻഡ് സോ ബ്രില്യൻ്റ് ആയിട്ട് ദൈവം പുള്ളിയെ അനുഗ്രഹിച്ചു. സോ പുള്ളി ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന എടുത്തു ബോർഡ് എക്സാം കഴിഞ്ഞപ്പോൾ, 12ന്റെ ബോർഡ് കഴിഞ്ഞപ്പോൾ. ആൻഡ് ഒരു 4ാമത്തെ ദിവസം ആയപ്പോഴത്തേന് ദൈവം ഒരു 2 കൃപാവരങ്ങളാൽ ദൈവം അദ്ദേഹത്തെ അങ്ങ് നിറച്ചു. രാത്രിയില് അഡ്രസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു ദൈവം. ഞാൻ അടുത്ത ദിവസം അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം പറഞ്ഞ അഡ്രസ്സിൽ ആ പറഞ്ഞ ആൾ അവിടെ കാണും. ദൈവം പറഞ്ഞ എന്തുവാ അതൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേന് പുള്ളി ആ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും അങ്ങനത്തെ അത്ഭുതങ്ങൾ നടക്കുന്നത്. ആടെങ്കിലും ഒരു കൈ പിടിച്ച് ഒരു സ്തോത്രം എന്ന് പറയുമ്പോഴത്തേന്, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴത്തേന് അവരുടെ കൊച്ചിലെ തൊട്ട് ഉള്ള അന്ന് വരെ ഉള്ള എല്ലാം ദൈവം അങ്ങ് സ്ക്രീനെ കാണിക്കുന്ന പോലെ പുള്ളിയെ കാണിക്കുമായിരുന്നു. അങ്ങനെ ദൈവം, അന്ന് ഞങ്ങൾ പൂനെയിലായിരുന്നു. പൂനെയിൽ അതിശയമായിട്ട് ദൈവം നടത്താൻ തുടങ്ങി. അവിടെ ഒരു
റിവൈവൽ പോലെ അങ്ങ് തുടങ്ങി. ഇത് നമ്മളുടെ ചർച്ച് മാത്രമല്ല, ആ പൂനെയിലുള്ള പെന്റിക്കോസ്റ്റൽ ചർച്ചസിലെല്ലാം അങ്ങ് അറിയാൻ തുടങ്ങി. അന്നേരം പുള്ളി ഇപ്പൊ 12th ബോർഡ് എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന ആ സമയമാണ്. രാവിലെ ഒരു മീറ്റിംഗ്, ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ്, വൈകിട്ട് കൊണ്ടുപോകാൻ വേറെ ആൾക്കാര്, രാത്രി പ്രാർത്ഥനയ്ക്ക് വേറെ. സോ കണ്ടിന്യൂസ് മീറ്റിംഗ്സ് ആൻഡ് ദൈവം അങ്ങ് അത്ഭുത രീതിയിൽ ഉപയോഗിക്കുന്നത്. ഒരു 2 മാസം കഴിയാറായി. ഒരു ദിവസം പുള്ളി സൺഡേയിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ എയിം മാറ്റി. എനിക്ക് മനസ്സിലായി ദൈവം ഈ കൃപാവരങ്ങളെല്ലാം തന്നത് ദൈവത്തിന്റെ വയലിൽ പ്രവർത്തിക്കാനാണ്. അങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ഇനിയും തൊട്ട് ഞാൻ ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ. അന്നേരം ഞാനും പപ്പായും മമ്മിയും ബ്രദറും സിസ്റ്ററും എല്ലാം ഇരിപ്പുണ്ട് അവിടെ. അതൊരു 70-80 ആൾക്കാരുള്ള ചർച്ച. ഞങ്ങളെല്ലാം ഒത്തിരി സന്തോഷിച്ചു. പക്ഷെ ആ ആരാധന എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം തിരിച്ചങ്ങ് വന്നു. മൂത്ത ബ്രദർ എല്ലാരും പോയി കഴിഞ്ഞിട്ട് അത് റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് പുള്ളി ഒറ്റയ്ക്ക് പിന്നെ സൈക്കിളിലായിരുന്നു ലാസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. സോ അന്ന് ഞങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പം അവിടുത്തെ പാസ്റ്ററും കമ്മിറ്റിയും പുള്ളിക്കാരനെ നിർത്തി. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം. ആൻഡ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ കമ്മിറ്റിക്കകത്തുനിന്ന് ഒരാൾ പറഞ്ഞു, ഇനിയും പാസ്സാവുമെന്നൊന്നും വിശ്വാസം ഇല്ലെന്ന് തോന്നുന്നു, ദൈവത്തിലേക്ക് ഇറങ്ങിയെന്ന് ഒരാൾ. അടുത്ത ആള് പറയുക, മോനെ വേറെ ജോലിയൊന്നും ഇല്ലയോ, ഇങ്ങനെയൊന്നും അല്ല ദൈവത്തിലേക്ക് ഇറങ്ങുന്നത്. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, അല്ല മോൻ എന്തോ ചെയ്യണമെങ്കിലും ചെയ്തോ, പക്ഷെ ഈ ചർച്ചിൽ അതൊന്നും നടക്കത്തില്ല. എൻ്റെ മൂത്ത ബ്രദർ ഇത് കേട്ടിട്ട് വലിയ പ്രയാസത്തിലായി, മാനസികമായിട്ട് അങ്ങ് ക്ഷീണിച്ചു. പുള്ളിക്കാരൻ വീട്ടിൽ വന്നു. ഇത് പേരൻസിനോടോ ഞങ്ങളോട് ആരോടും ഇതൊന്നും പറഞ്ഞില്ല. റിസൾട്ട് കിട്ടി. അടുത്ത ആഴ്ച ആയപ്പോഴത്തേന് റിസൾട്ട് കിട്ടി. റിസൾട്ടിൽ അഗെയിൻ ഹീ ടോപ്പർ. പക്ഷെ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോ പുള്ളി പപ്പയോട് പറഞ്ഞു, പപ്പ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകും. അന്നേരം പപ്പ പറഞ്ഞു, നീ എന്തുവാടാ പറയുന്നത്, എല്ലാവരുടെയും മുമ്പിൽ അല്ലയോ നീ സാക്ഷ്യം പറഞ്ഞേ ഞാൻ ദൈവവേല ചെയ്യുമെന്ന്. അല്ല, എനിക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ അതിൻ്റെ കൂടെ ഞാൻ ദൈവവേല ചെയ്തോളാം. എനിവേ പുള്ളിക്ക് നല്ല മാർക്സ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് അഡ്മിഷൻ കിട്ടി. പുള്ളി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അങ്ങ് പോയി. പുള്ളി കഴിഞ്ഞ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് പുള്ളി ഒരു ലെറ്റർ എഴുതി പപ്പായ്ക്ക്. അതിൻ്റെ അകത്തെല്ലാം ഡീറ്റെയിൽ പറഞ്ഞു എന്തൊക്കെയാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും. ആൻഡ് പിന്നെ പറഞ്ഞു, പക്ഷെ പപ്പ ഇതിനി ചർച്ചിൽ പറയരുത്, ആരോടും ഇത് മിണ്ടണ്ട, ജസ്റ്റ് ഫോർ യുവർ നോളജ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിച്ചെന്ന്. പക്ഷെ പ്രാർത്ഥിക്കുക, ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, ആൻഡ് എവിടെ ഞാൻ വേല ചെയ്തോളാം, ദൈവവേല ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു ലെറ്റർ. സോ ഞങ്ങളെല്ലാം ആ ലെറ്റർ പപ്പ വായിച്ചപ്പം ഞങ്ങളെല്ലാം അത് കേട്ടു. ഒരു സങ്കടം തോന്നിയെങ്കിലും ശാന്തമായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. ബിക്കോസ് മൂത്ത ബ്രദറിന് അറിയായിരുന്നു, പപ്പ ചർച്ചിൽ ഇത് ചോദ്യം ചെയ്താൽ ആ ചർച്ചിൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാവും. സോ അതുകൊണ്ട് ആരോടും ഇതൊന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു. എൻ്റെ 10 കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം ഇനിയും പപ്പ എന്നോട് ചോദിക്കാൻ തുടങ്ങി, സമയം നീ ബൈബിൾ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നു, ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അന്നേരം ഈ മൂത്ത ബ്രദറിന്റെ ഇതെല്ലാം കേട്ടിട്ട് ഇനിയിപ്പോ എനിക്ക് എങ്ങനെ ആഗ്രഹം തോന്നും? ആൻഡ് സ്പെഷ്യലി ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്.
അന്നേരം ഞാൻ വിചാരിക്കുന്നേ സ്കോളർ ആയിരിക്കുന്ന മൂത്ത ബ്രദറിന് ഇത്രയെല്ലാം കേൾക്കേണ്ടി വന്നു. അന്നേരം ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ്, അന്നേരം ഞാൻ എന്തോ കേൾക്കണം, ചുമ്മാതൊന്നും ദൈവമല്ല ചെയ്യാൻ ഒക്കത്തില്ല, ഇറങ്ങാൻ ഒക്കത്തില്ല എന്നുള്ള ആ ഒരു തിങ്കിങ്ങാ. അന്നേരം എൻ്റെ പിതാവ് ചോദിച്ചു, അന്നേരം നീ എന്തുവാ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അന്നേരം എൻ്റെ ജീവിതത്തിൽ 2 ആഗ്രഹം ഉണ്ടായിരുന്നു. പപ്പ ആർമി ഓഫീസറാ, മൂത്ത ബ്രദർ എഞ്ചിനീയർ ആവുന്നു. അന്നേരം ഐ വാണ്ടഡ് ടു ബിക്കം എ മെഡിക്കൽ ഡോക്ടർ. ഒരു മെഡിക്കൽ ഡോക്ടർ ആണോ, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എയിം. ആൻഡ് സെക്കൻഡ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാം കളിക്കാരായിരുന്നു. സോ ഒരു പ്രൊഫഷണൽ സ്പോർട്സ്മാൻ ആയി തീരണമെന്നായിരുന്നു സെക്കൻഡ് എയിം. സോ ഈ 2 ലക്ഷ്യം വെച്ച് ഒരു മനുഷ്യന് ചെയ്യാൻ ഒക്കുന്ന ഹാർഡ് വർക്ക് എല്ലാം ഞങ്ങൾ ചെയ്യുമായിരുന്നു, എല്ലാം. സോ 10th കഴിഞ്ഞിട്ട് 11th സയൻസ് സ്ട്രീം എടുത്തു. ബയോ ആയിരുന്നു മെയിൻ. സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കാൻ തുടങ്ങി. 11th കഴിഞ്ഞു. അപ്പോഴും പിതാവ് ചോദിച്ചു, ഞാൻ നോന്ന് പറഞ്ഞു. 12th ആയി, ഇപ്പൊ 12ാം ക്ലാസ്സിലായി, ബോർഡ് എക്സാം. ഞങ്ങൾ അന്ന് ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താ, അത് രാജസ്ഥാനില്. അന്നേരം ഞങ്ങൾ ആർമി ക്യാൻറ്റ് ഏരിയയിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരെയായിരുന്നു ഞങ്ങളുടെ ഹോൾ, എക്സാമിനേഷൻ ഹാൾ കിട്ടിയേക്കുന്നത്. സോ ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി ഞങ്ങൾ 2-3 പിള്ളേര് ഒരുമിച്ച് സൈക്കിളിൽ അങ്ങ് പോവായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ്. അത് 7th March 1996. അത് കഴിഞ്ഞിട്ട് എനിക്ക് 5 ദിവസത്തെ അവധിയുണ്ട്. സോ അടുത്തത് 12-ാം തീയതി ആയിരുന്നു, മാർച്ച് 12ാം തീയതി 96. ഞാൻ കെമിസ്ട്രി നല്ലോണം പഠിച്ച് എക്സാം എഴുതാൻ വേണ്ടി പോയി. പക്ഷെ എക്സാം സെന്ററിൽ പോയി കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ മുമ്പിലും പുറത്തും ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സാ, അപ്പുറത്ത് വേറെ കോളേജ് അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റുഡൻസും ഉണ്ട്. സോ ഞാൻ കാണുന്നത്, ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടാ പോയേക്കുന്ന എക്സാം എഴുതാൻ. പക്ഷെ അവിടെ ഇരുന്ന് എല്ലാവരും ഫിസിക്സിന്റെ ബുക്ക് എടുത്താ വായിക്കുന്നത്. എനിക്കത് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. ഞാൻ മുമ്പിലത്തെ ഫ്രണ്ടിനോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു അല്ല ഇന്ന് ഫിസിക്സാ. ബാക്കിലെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പം പുള്ളി പറയുക അല്ല ഇന്ന് ഫിസിക്സാ. ഞാൻ അവിടുന്ന് ഓടി അവിടുത്തെ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് തന്ന ടൈം ടേബിളിൻ്റെ അകത്ത് കെമിസ്ട്രിയാ സെക്കൻഡ്. പുള്ളിക്ക് ഒരു ഉത്തരവില്ല. പുള്ളി പറഞ്ഞു ഏതാണ്ടോ പ്രശ്നമായി കാണും, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. പുള്ളി പറയുന്നേ എനിക്കറിയത്തില്ല, ഇന്ന് ഫിസിക്സാ. ഞാൻ അവിടുന്ന് തിരിച്ച് എൻ്റെ ആ എക്സാമിനേഷൻ ഹാളിലേക്ക് നടക്കാൻ തുടങ്ങി. ആ ക്ലാസ് റൂമിലേക്ക് പോയി. എനിക്കറിയത്തില്ല ചിരിക്കണോ കരയണോ എന്തോ ചെയ്യണോ എന്നൊന്നും അറിയത്തില്ല. ബിക്കോസ് എനിക്കറിയാം പ്രിൻസിപ്പലിനെ സഹായിക്കാൻ ഒക്കത്തില്ല, പപ്പായ്ക്ക് സഹായിക്കാൻ ഒക്കത്തില്ല, ആർക്കും തന്നെ സഹായിക്കാൻ ഒക്കത്തില്ല, ബിക്കോസ് ബോർഡ് എക്സാം. ഞാൻ ആ ക്ലാസ് റൂമിലേക്ക് കയറിയപ്പോഴത്തേന് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെന്നെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവർക്ക് മനസ്സിലായി ഏതാണ്ടോ സാമിന് സംഭവിച്ചിട്ടുണ്ട്. അവരെന്നോട് വന്ന് ചോദിക്കുക, സാമേ എന്തോ പറ്റി? ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം ഒരാൾ പറഞ്ഞു, അയ്യോ നിന്റെ ലൈഫ് മൊത്തം പോവല്ലോ, പന്നലായി പോവും. പക്ഷെ മറ്റേ ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട് പറയുക 1 വർഷമെങ്കിലും പോവും അറ്റ്ലീസ്റ്റ്. പക്ഷെ 3ാമത്തൻ അവൻ എൻ്റെ കയ്യിലോട്ട് അവന്റെ ആ ഫിസിക്സ് ബുക്ക് അങ്ങോട്ട് തന്നിട്ട് പറയുക, സമയം 15 മിനിറ്റ് ഇനിയുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ നോക്ക്, നീ എക്സാം എഴുത്. അങ്ങനെ ഞാൻ പറഞ്ഞു, അയ്യോ ഹിന്ദിയോ ഇംഗ്ലീഷോ സബ്ജക്റ്റ് വല്ലോ ആണെങ്കിൽ നമുക്ക് ഇപ്പം പഠിക്കാതെ തന്നെ എഴുതാം, ആൻഡ് നമുക്ക് വിശ്വാസം ഉണ്ട് അതെങ്ങനെയെങ്കിലും പാസ്സാവും. പക്ഷേ ഫിസിക്സ് എനിക്ക് ഒത്തിരി ഹാർഡായിരുന്നു, ബിക്കോസ് ഐ വാസ് വെരി വീക്ക് ഇൻ മാത്സ്. സോ ഫിസിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ അകത്ത്
ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് അറിയാതെ നമുക്ക് ഒരു സം പോലും ചെയ്യാനൊക്കെ. അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കമ്പൽ ചെയ്തു, അല്ല സാം നീ എഴുതണം. സോ ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേന് എക്സാം തുടങ്ങി. ആൻഡ് എക്സാമിനേഷൻ റൂൾ അനുസരിച്ച് 1 മണിക്കൂർ അവിടെ ഇരുന്നു, ഏതാണ്ടൊക്കെ എഴുതി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആ പേപ്പർ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് കടന്നുപോയി. ഇത്ര എളുപ്പം വീട്ടിൽ ചെന്നപ്പോഴത്തേന് പേരൻസ് അതിശയിച്ചു പോയി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞ് റൂമിലേക്ക് പോയി അങ്ങ് കിടക്കുവായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. വൈകിട്ട് എൻ്റെ പിതാവ് എന്നെ വിളിച്ചു. എൻ്റെ അടുത്ത് വന്ന് തോളിലേക്ക് കൈയിട്ടിട്ട് പറഞ്ഞു, മോന് വിഷമിക്കണ്ട, ബാക്കിയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, ദൈവം നിനക്ക് ഒരു വഴി തുറക്കും. അന്നേരം പപ്പ എപ്പം ചോദിച്ചാലും ഞാൻ പറയുന്നത്, പപ്പ 12 തീരട്ടെ, ദൈവം നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വഴി തുറക്കും എന്നൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു ആത്മീയമായിട്ടുള്ള ഒരു ഉത്തരവായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സോ ദാറ്റ് പപ്പ എന്നെ കമ്പൽ ചെയ്യാതിരിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ആയിട്ടുള്ള ആ ഡിസയർ പൂർത്തീകരിക്കണമായിരുന്നു. ഐദർ മെഡിക്കൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സ്പോർട്സ്മാൻ ആവണം. പക്ഷേ ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവത്തിന്റെ ആഗ്രഹവും നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി ഉപരിയാണ്. ആൻഡ് ഹിസ് വേസ് ആർ യുണീക്ക്. ദൈവം ചെയ്ത ഒരു വലിയ കാര്യം, ഞാൻ അന്ന് വൈകിട്ട് പപ്പ ഇങ്ങനെ വിളിച്ച്, നീ പോയി എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചു, കുളിച്ചു, ഒരുങ്ങി വന്നിരുന്ന പപ്പ പറഞ്ഞ പോലെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അന്നേരം ഞാൻ അടുത്ത പുസ്തകം തുറന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേന് രാവിലെ നടന്ന ആ സീനല്ലോ എൻ്റെ മുമ്പിലേക്ക് കടന്നു പോകും. ആൻഡ് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല. ആൻഡ് ഓൾ ഓഫ് എ സഡൻ എനിക്ക് അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. ദേഷ്യം ആരോടാ? ദൈവത്തോട്. ദാറ്റ് ലോർഡ്, വൈ ഇറ്റ് ഹാപ്പൻ ടു മീ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? ബിക്കോസ് ആ കോളേജിലോ അല്ലെങ്കിൽ ആ സ്കൂളില് ഒരു മനുഷ്യൻ പോലും വിശ്വാസികളില്ല. ഹിന്ദുക്കളുണ്ട്, സർദാർജിമാരുണ്ട്, സിഖുകളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. പക്ഷെ ഒരു ക്രിസ്ത്യാനികള് പോലും ഇല്ല. അന്നേരം എനിക്കുള്ള ദേഷ്യം ഇതാ, ദൈവമേ, ഞാൻ നിന്റെ പൈതല, ഞാൻ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനാ. പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് നടന്നു? സോ അങ്ങനെ ഒരു ദേഷ്യവും ഒരു ക്വസ്റ്റ്യനിങ്ങും അന്ന് രാത്രിയിൽ തൊട്ട് എൻ്റെ ഒരു മനസ്സിൽ വരാൻ തുടങ്ങി. ആൻഡ് ഞങ്ങളുടെ വീട്ടിലെ റൂൾ അനുസരിച്ച് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്, ബാക്കി കോട്ടേജ് മീറ്റിംഗ്സ്, ആരാധന, അതിനെല്ലാം ഞങ്ങൾ പോവാതിരിക്കത്തില്ല. ബിക്കോസ് കമ്പൽസറി പോകണമെന്നുള്ള റൂളായിരുന്നു. പൊക്കോണ്ടിരുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല, ആരാധിക്കാൻ തോന്നുന്നില്ല. ബിക്കോസ് എൻ്റെ മനസ്സിലേക്ക് ഒരു ദേഷ്യം പോലെ, വൈ ഇറ്റ് ഹാപ്പൻ ടു മീ, എൻ്റെ ജീവിതത്തിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഒരു ദേഷ്യമായിരുന്നു. പക്ഷെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാർച്ച് 28 1996 ഞങ്ങളൊരു കോട്ടേജ് മീറ്റിംഗിൽ പോയപ്പോൾ ആ കോട്ടേജ് മീറ്റിംഗിൽ ഒരു 20-25 ആൾക്കാരേ ഉള്ളൂ. സോ
ഞങ്ങള് കൊച്ചുങ്ങളെല്ലാം ആ മുമ്പിലത്തെ ലൈനിൽ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ 4 വർഷമായി ഇരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന്. ആരും എന്നെ തൊട്ടില്ല, ആരും പ്രവചിച്ചുമില്ല. ഞാൻ അങ്ങോട്ട് കണ്ണടച്ചപ്പോഴത്തേന് ഒരു വെളിച്ചം വന്നങ്ങ് എന്നെ അങ്ങ് ടോട്ടലി അങ്ങ് മറയ്ക്കുവായിരുന്നു. സോ ഞാൻ കണ്ണ് തുറക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കണ്ണ് തുറക്കുന്നില്ല. അന്നേരം കൊച്ചിലെ തൊട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ച ദൈവം തീർച്ചയായിട്ടും എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. സോ അന്നേരം ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഇഫ് ഇറ്റ് ഈസ് യു ലോർഡ്, ഇഫ് ഇറ്റ് ഈസ് യു, സ്പീക്ക് ടു മീ. നീ എന്നോട് സംസാരിക്കണം. അന്ന് രാത്രിയില് ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേന് ദൈവം എന്നെ ഒരു വലിയൊരു ദർശനം കാണിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ദൈവവേലയിലാണെങ്കിൽ ആ ദർശനം കാരണത്താല. ആ ദർശനം എന്ന് വെച്ചാ, ഞാൻ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പം ദൈവം എന്നെ ആ ദർശനത്തിൽ എൻ്റെ റൂമിലേക്കാ കൊണ്ടുവന്നത്. അന്നേരം ഞാൻ പഠിക്കുന്ന റൂം, അവിടെ എൻ്റെ ഒരു പേഴ്സണൽ ടേബിൾ ഉണ്ട്. സോ ആ ടേബിൾ കാണിച്ചിട്ട് അതിൻ്റെ മേളില് എല്ലാ ബുക്സും ഇരിപ്പുണ്ട്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബുക്സ് ഉണ്ട്, പിന്നെ മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാനുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകം എല്ലാം കാണിച്ചിട്ട് അതിന്റെ മേളിൽ ഒരു കൊച്ചൊരു ഷെൽഫ് പോലെ ഒരു തട്ട്, അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ബൈബിൾ വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇത് കാണുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അന്നേരം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഐ ക്യാൻ സീ ബട്ട് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അന്നേരമാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലിയർ വോയിസ് ഓഫ് ഗോഡ് കേൾക്കുന്നത്. ആ വോയിസ് ഇങ്ങനെ ആയിരുന്നു, സമയം ഈ മേളിലിരിക്കുന്ന ബൈബിൾ, ഈ താഴെ ഇരിക്കുന്ന ബുക്സും നീ ആഗ്രഹിക്കുന്ന ഡിഗ്രിയെക്കാട്ടിലും എല്ലാം ഇമ്പോർട്ടൻ്റാ. അത് ഞാൻ അങ്ങോട്ട് ആ ശബ്ദം കേട്ടപ്പോഴത്തേന് ഏതാണ്ടോ ശക്തി എന്നെ, ഇത് മാർച്ച് 28-ാം തീയതി നടക്കുന്നത്, ഏതാണ്ടോ ശക്തി എന്നെ 12th മാർച്ചിലേക്ക് കൊണ്ടുപോയി. ആൻഡ് എന്നോട് പറയുക, നിന്റെ പരീക്ഷയുടെ ടൈം ടേബിൾ മാറ്റിയത് ഞാനാണ്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അന്നേരം ഞാൻ പറയുക, ദൈവമേ, വായ പരീക്ഷയുടെ ടൈം ടേബിൾ എന്തിനാ മാറ്റുന്നേ? ഐ നീഡ് യു. ഞാൻ അങ്ങനത്തെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്, എനിക്ക് നിന്നെ ആവശ്യമാണ്. സോ ഞാൻ അന്നേരം ദൈവത്തോട് പറഞ്ഞു, ഓക്കെ ലോർഡ്. അന്നേരം എൻ്റെ പഠിത്തമോ? നോ സ്റ്റഡീസ്. ഞാൻ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു ദൈവമേ, നോ ഡോക്ടർ. സോ ദാറ്റ് മീൻസ് എനിക്ക് ഇനിയും മുമ്പിലോട്ട് പഠിക്കാൻ ഒക്കത്തില്ലയോ? നോ. അന്നേരം ഞാനിങ്ങനെ ആ കണ്ണടച്ചിരിക്കുക, ദർശനത്തിൽ ഇങ്ങനെ ഓരോ കാര്യം ദൈവത്തോട് ചോദിക്കുക, ആൻഡ് ദൈവം ഇങ്ങനെ ഉത്തരം തരുക. അന്നേരം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഉത്തരം കിട്ടി. അന്നേരം എനിക്ക് മനസ്സിലായി, ഇനിയും പഠിത്തമോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ ആ ഒരു ലൈൻ ഇല്ല, ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് അതെനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ ഉടനെ പറയുക, ദൈവമേ, വാട്ട് അബൌട്ട് മൈ സ്പോർട്സ് ആൻഡ് ഗെയിംസ്? അന്നേരം ഈ കളി ഒക്കെ എന്തോ ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേന് ദൈവം പിന്നെയും ആ ടേബിൾ എന്നെ കാണിക്കുക. ആൻഡ് ടേബിളിന്റെ മേളിലുള്ള ബുക്സ് എല്ലാം അങ്ങ് മാറ്റി. ദൈവം ആ ബുക്സ് എല്ലാം മാറ്റിയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിലുള്ള കളിക്കുന്ന എല്ലാ സ്പോർട്സിന്റെ ഇൻസ്ട്രുമെന്റ്സും എല്ലാ ഐറ്റംസും ആ ടേബിളിന്റെ മേളിലോട്ട് അങ്ങ് വെച്ചു. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പം അതിന്റെ മേളിൽ ആ ഷെൽഫ് കാണിക്കും. ദൈവം കാണിച്ചു, ഷെൽഫിന്റെ മേളിൽ ഒരു ബൈബിൾ ഇരിക്കുന്നു.
And then I am hearing the second voice. രണ്ടാമത് കേട്ട വോയിസ് ഇതാ, ഈ മേലെ ഇരിക്കുന്ന ബൈബിൾ, ഈ താഴെ ഇരിക്കുന്ന സ്പോർട്സും കളിയും നീ ആഗ്രഹിക്കുന്ന എല്ലാ ഗെയിംസിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഞാൻ കേട്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ഇനിയും കളിയും ഇല്ല, സ്പോർട്സും ഒന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ എൻ്റെ കോളേജിലെ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റനാണ്. ഞങ്ങൾ എല്ലാ സ്പോർട്സും ഗെയിംസും കളിക്കുമായിരുന്നു. കേന്ദ്രീയ വിദ്യാലയത്തിലുള്ള ഒരു ഗുണം ഇതാ, ഇപ്പൊ 9th ഞാൻ അത്ലറ്റിക്സിന് പോയി, 10th ഫുട്ബോളിൽ പോയി, 11th കബഡിക്കാ പോയത്, 12th ക്രിക്കറ്റിനാ പോയി. സോ ഏത് ലൈനിലും പോവാം. ഞങ്ങൾ ഒത്തിരി ഉയർന്ന ലെവൽ വരെ പോവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളത് നാഷണൽസാ. സോ എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നുള്ള ഒരു ആഗ്രഹം, അത് മാത്രമുള്ള ഒരു സ്വപ്നമായിരുന്നു. അന്നേരം ഞാൻ ഈ ക്യാപ്റ്റൻ ആണെന്ന് എനിക്ക് അന്നേരം ഇങ്ങനെ തോന്നുക, ഞാൻ എന്തോ ചെയ്യും, എങ്ങനെ കോളേജിൽ പറയും ദാറ്റ് ഞാൻ കളിക്കുന്നില്ല. ബിക്കോസ് 12th ബോർഡ് എക്സാം കഴിയുമ്പോഴത്തേന് എനിക്ക് എൻ്റെ ടീമിനെ അടുത്ത ടൂർണമെന്റിൽ ലീഡ് ചെയ്യണം. എനിക്ക് ഹാട്രിക് എടുക്കുവാനും കളിക്കുവാനും എല്ലാം ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ക്രിക്കറ്റും എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു വന്നപ്പോഴത്തേന് ദൈവം എൻ്റെ മുമ്പിൽ നിന്ന് ആ ടേബിൾ അങ്ങ് മാറ്റി. ടേബിൾ മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് ബോർഡ് ദൈവം എന്നെ കാണിച്ചു. ആൻഡ് ഞാൻ നോക്കുമ്പം ആ ബ്ലാക്ക് ബോർഡിൽ ഒരു കൈ വന്ന് ഏതാണ്ടോ വരയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടു. കുറച്ച് നേരം എടുത്തു അത് ആ വരയെല്ലാം കഴിഞ്ഞപ്പം എന്നോട് പറയുക, ലുക്ക് അറ്റ് ഇറ്റ് കെയർഫുള്ളി, ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പം ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ഫോട്ടോ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, കയ്യിൽ ബാറ്റ് ഉണ്ട്. സോ കളിക്കാൻ ഇറങ്ങി പോകുന്ന ഒരു പ്ലെയറിന്റെ കൂട്ട ആ ഫോട്ടോ എന്നെ കാണിച്ചത്. പക്ഷെ അതിന്റെ താഴെ ഇംഗ്ലീഷില് വലിയ അക്ഷരത്തില് എഴുതിയേക്കുന്നതായിരുന്നു, ദേ ആർ ഗെറ്റിംഗ് ദ ഗ്ലോറി ഓഫ് ദിസ് വേൾഡ്, ഡു യു വാണ്ട് ദാറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അവർക്ക് ഈ ലോകത്തിന്റെ മഹിമ കിട്ടുന്നു, നിനക്കത് വേണോ? ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് ആ ക്രിക്കറ്റിൽ പോലും മുമ്പിലോട്ട് പോവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അന്നേരം ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒത്തിരി നേരം കരഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്ക് മനസ്സിലായി, എനിക്കിനി ഈ ലോകത്തിന്റെ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അന്ത്യം വരെയും നിന്റെ വഴിയിൽ പ്രവർത്തിക്കാം. ഇങ്ങനെ ഞാൻ പറയുമ്പോഴത്തേന് എൻ്റെ കയ്യിലോട്ട് ദൈവം ഒരു ബൈബിൾ തരുകയും ഒരു ഹാർഷ് അല്ലെങ്കിൽ ഒരു തിക്ക് വോയിസിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു, ടേക്ക് ദിസ് ബൈബിൾ ആൻഡ് ഗോ ഔട്ട്. ഈ ബൈബിൾ എടുക്കുക ആൻഡ് പുറത്തേക്ക് പോവുക. ആ ഒരു ശബ്ദം കേട്ടപ്പോഴത്തേന് ഞാൻ പേടിച്ചു പോയി. ഞാൻ വരണ്ട് എഴുന്നേറ്റു, അല്ലെങ്കിൽ വരണ്ട് എൻ്റെ കണ്ണ് തുറന്നു പോയി. കണ്ണ് തുറന്നപ്പം അവിടെ ആ പ്രാർത്ഥനയിൽ ഇരുന്ന എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞു. സോ ഓൾമോസ്റ്റ് 2 മണിക്കൂർ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും പാട്ട് പാടി, അവിടെ പ്രാർത്ഥിച്ചു, പാസ്റ്റർ പ്രസംഗിച്ചു. പക്ഷെ എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ബിക്കോസ് അത്രയും സമയം ദൈവം എന്നെ ഇങ്ങനെ ഒരു ദർശനം കാണിക്കുവായിരുന്നു. സോ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ പിതാവും പാസ്റ്ററും മുമ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ദൈവം ഒരു അത്ഭുതം കാണിച്ചു, എനിക്ക് ഒരു ദർശനം കിട്ടി. എൻ്റെ പിതാവിന് ഒത്തിരി സന്തോഷം. ഫൈനലി മൂത്ത മോന് ദൈവത്തിലേക്ക് ഇറങ്ങിയില്ലേലും ദൈവം രണ്ടാമനെ വിളിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം. ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ എത്തി, രാത്രി ഡിന്നർ കഴിച്ചു, എല്ലാരും കിടന്നു. ഒരു 12:30-1 മണി ആയപ്പോ ഞാൻ നല്ല ഉറക്കത്തിലല്ല, ഒരു ഹാഫ് സ്ലീപ്പില് ഇങ്ങനെ കിടക്കുക. അന്നേരം
ഒരു കറുത്ത മനുഷ്യൻ, ദാറ്റ് മീൻസ് ഒരു സാത്താൻ എൻ്റെ അടുത്ത് വരുന്നേയും എനിക്ക് അങ്ങനത്തെ ഒരു പ്രതീതിയാ തോന്നുന്നത്. സാത്താൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ഇന്ന് രാത്രി നീ കണ്ട എല്ലാം ഞാനാ കാണിച്ചത്. ഞാൻ ഉടനെ എൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടുമേലിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇറ്റ് കനോട്ട് ബി, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഞാൻ പറഞ്ഞു, അടുത്ത 3 ദിവസം ഞാൻ കഴിക്കത്തുമില്ല, കുടിക്കത്തുമില്ല. ഞാൻ നിന്റെ സന്നിധി ഉപവാസം ഇരിക്കാൻ പോവാ. ബിക്കോസ് ഐ വോണ്ട് കൺഫർമേഷൻ. നീ ആണോ വിളിച്ചേ, നീ ആണോ ആ ദർശനം തന്നെ അല്ലയോ എന്ന് എനിക്ക് അറിയണം. സോ ഞാൻ അടുത്ത 3 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു. 3-ാം ദിവസം എന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15:16 വായിക്കാൻ പറഞ്ഞു. അന്ന് എനിക്ക് ആ വചനം അറിയത്തില്ല. പക്ഷെ ഞാനത് ബൈബിൾ തുറന്ന് വായിച്ചപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയേ, യു ഡിഡ് നോട്ട് ചൂസ് മീ, ബട്ട് ഐ ഡിഡ് ചോസ് യു ആൻഡ് അപ്പോയിന്റഡ് യു ടു ഗോ ഫോർത്ത് ആൻഡ് ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട് ദാറ്റ് വിച്ച് വിൽ ലാസ്റ്റ്. നീയല്ല എന്നെ തെരഞ്ഞെടുത്തത്, പക്ഷെ ഞാനാ നിന്നെ തെരഞ്ഞെടുത്തത്. സോ ആ ഒരു വചനം വായിച്ചപ്പോഴത്തേന് എനിക്ക് ഫുൾ കൺഫർമേഷൻ കിട്ടി. എൻ്റെ ദൈവമാ എനിക്ക് ആ ദർശനം തന്നതും ദൈവം എന്നെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വിളിക്കുന്നത്. സോ അങ്ങനെ ഞാൻ എന്നെ തന്നെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് സമർപ്പിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മിനിസ്ട്രിക്ക് ഇറക്കുന്ന ഞാനാ. കഴിഞ്ഞ മാസം 28-ാം തീയതി 30 വർഷം കഴിഞ്ഞു ഫുൾ ടൈം മിനിസ്ട്രിയിൽ. ഞാൻ പറയട്ടെ, ആ ദൈവം ആരുടെയും കടക്കാരനല്ല. വിളിച്ച ദൈവം വിശ്വസ്തന. അത്ഭുത രീതിയിൽ കൈപിടിച്ച് ദൈവം നടത്തി. ആ നടത്തിയ വഴികളൊക്കെ ഓർത്താൽ നമ്മൾ എത്ര പറഞ്ഞാലും കുറവാണ്, എത്ര പറഞ്ഞാലും കുറവ്. ഞാൻ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങിയ ആ സമയത്ത് എൻ്റെ പാസ്റ്റർ, എൻ്റെ ഫ്രണ്ട്സ്, വിശ്വാസികൾ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, സാമേ, നിനക്ക് ഒത്തിരി നാളൊന്നും പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ഞാൻ വിചാരിക്കുമായിരുന്നു, എന്താ ചിലരൊക്കെ ഉത്തരം പറയത്തില്ല, ഒരു കമന്റ് പാസ്സായിട്ട് അങ്ങ് വിടും. പക്ഷെ ചിലരെന്നോട് പറഞ്ഞു, നിന്റെ വീട്ടിലെല്ലാവരും ഈ സെക്കുലർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവരെല്ലാം നിന്നെ അങ്ങ് ജോലിയിലേക്ക് വിളിക്കും. സോ നിനക്ക് മിനിസ്ട്രി ചെയ്യാൻ ഒക്കത്തില്ല. സോ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു. ഞാൻ ദൈവസന്നിധി ഇരുന്ന ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ കുടുംബത്തെ നീ വിളിക്കണം. ബിക്കോസ് ഇന്നേക്ക് ഒരു 40 വർഷം മുമ്പേ ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പ്രവർത്തനവും ഇല്ല, ഒരു ചർച്ചസും ഇല്ല. സോ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും തന്നെ ഭാഷ അറിയാം ആൻഡ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയാം. സോ നീ നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തെ വിളിച്ചാൽ ദൈവമേ, അത് മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ രാജ്യത്തിന് വേണ്ടി അതൊരു വലിയ ഒരു സ്റ്റെപ്പായിരിക്കും, വലിയൊരു കാര്യമായിരിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ നമ്മളുടെ മുമ്പിൽ കാണുന്ന എല്ലാ ഇമ്പോസിബിലിറ്റീസ് ആയിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഇറങ്ങി കഴിഞ്ഞ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ദൈവം എൻ്റെ മൂത്ത ബ്രദറിനെ തൊട്ടു. മൂത്ത ബ്രദർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സീമെൻസ് മൾട്ടിനാഷണൽ കമ്പനിയിൽ കൊൽക്കത്തയിൽ ജോലിയായിരുന്നു. നല്ല ജോലി, നല്ല സാലറി ആൻഡ് നല്ല പൊസിഷൻ. ആൻഡ് ആ കമ്പനി അവരുടെ ജർമ്മനിയിലേക്കുള്ള മെയിൻ പ്ലാന്റിൽ മെയിൻ എഞ്ചിനീയറായിട്ട് പുള്ളിയെ വിടാനിരിക്കുമായിരുന്നു. ആ സമയത്ത്
അവർ ഓഫർ ചെയ്ത സാലറി ഇന്നും പലർക്കും ഇല്ല. ബിക്കോസ് ഹി വാസ് എ ബ്രൈറ്റ് എഞ്ചിനീയർ. പക്ഷേ നമ്മളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. 98 ദൈവം പുള്ളിയോട് പറഞ്ഞു, നിന്റെ ഡിഗ്രി കഴിഞ്ഞു, നിനക്ക് ജോലിയായി, ഇനി നീ എൻ്റെ വേല ചെയ്താൽ ഒരു മനുഷ്യനും നിന്നെ കളിയാക്കത്തില്ല, നിന്നോടൊന്നും പറയത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും ദൈവം സംസാരിച്ചു. ദൈവം പുള്ളിയെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വിളിച്ചു. പുള്ളി ജോലി റിസൈൻ ചെയ്തു. ആൻഡ് 2008 തൊട്ട് ഡൽഹി ബേസ്ഡ് ആയിട്ട് മിനിസ്ട്രി തുടങ്ങി. ഇന്ന് ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും പോയി വചനം പറയുകയും ആദ്യം മുത്തുനാള് ചർച്ചിന്റെ പാസ്റ്ററായിട്ട് പൈനിയർ മിനിസ്ട്രി, പൈനിയർ ചർച്ച് ചെയ്യുകയും ആ ചർച്ച് അനുഗ്രഹമായി വളർന്നു. ആൻഡ് അതിനെ പല പാസ്റ്റർമാരെ ഏൽപ്പിച്ച് ഇപ്പം പുള്ളിക്കാരൻ മെന്ററിങ് ആൻഡ് സ്പിരിച്വൽ വാർഫെയർ മിനിസ്ട്രിയിൽ പ്രെയർ ആൻഡ് പ്രസംഗിക്കാനും ഇങ്ങനെ കണ്ടിന്യൂസ് ട്രാവലിങ്ങിലൊക്കെയാ ഡൽഹി ബേസ്ഡ് കുടുംബമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് 2008 അല്ല 98 ഇത് നടക്കുന്നത്. 98 ഒരു 2001 ആയപ്പോഴത്തേന് എൻ്റെ ഇളയ സിസ്റ്റർ കമ്പ്യൂട്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ദൈവം പുള്ളിക്കാരത്തിയും തൊട്ടു, ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വിളിച്ചു. ആൻഡ് ഇപ്പം പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന്റെ കൂടെ അവർ രണ്ടുപേരും 3 മക്കളും ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. അവര് ഇന്ത്യയിലേക്കും മിക്കവാറും മിനിസ്ട്രീസിന്റെ എല്ലാം മലയാളം ടു ഹിന്ദി ബുക്സ് ട്രാൻസ്ലേഷനും ബൈബിൾ ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ഹിന്ദി ടു മലയാളം, ഇംഗ്ലീഷ് ടു മലയാളം, അങ്ങനെ പല ലാംഗ്വേജസിൽ അവർ ചെയ്യുന്നു. അങ്ങനെ അവരും കുടുംബമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2004 എൻ്റെ പപ്പ ലെഫ്റ്റനന്റ് കേണലായിട്ട് റിട്ടയർഡായി. അന്ന് തൊട്ട് എൻ്റെ മൂത്ത ബ്രദറിന്റെ കൂടെ ചേർന്ന് അവരുടെ ആ മിനിസ്ട്രിയോട് ഉള്ള ബന്ധത്തിൽ മിനിസ്ട്രിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടുപേരും ഡൽഹി തന്നെ താമസിച്ചുകൊണ്ട് മൂത്ത ബ്രദറിന്റെ കൂടെ മിനിസ്ട്രി ചെയ്യുന്നു. ആ ചർച്ചിലെ എൽഡേഴ്സായിട്ടും പാസ്റ്ററായിട്ടും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഞങ്ങളുടെ മൊത്തം കുടുംബത്തിൽ നിന്ന് ഒരു ലാസ്റ്റ് യങ്ങർ ബ്രദർ മാത്രമേ ബാക്കിയുള്ളായിരുന്നു. പുള്ളിക്കാരൻ ലണ്ടനിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുബായിൽ നല്ല 5 സ്റ്റാർ ഹോട്ടലിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ജോലി ചെയ്തു. നല്ല പൈസ കിട്ടുന്നുണ്ടായിരുന്നു. വിശ്വാസിയായിരുന്നു. എല്ലാവരെയും ഹെൽപ്പൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവവേല ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവം ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാരെയും നീ വിളിച്ചു, നീ ഷിജുവിനെയും വിളിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നേക്ക് ഒരു 12 വർഷം മുമ്പേ ദുബായിലായിരുന്നപ്പം ദൈവം ഷിജുവിനോടും സംസാരിച്ചു. സോ പുള്ളി ജോബ് റിസൈൻ ചെയ്തിട്ട് ദുബായിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ദൂരെ റൈസൽ ഖീമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഹിന്ദി ഉറുദു ആരാധന തുടങ്ങി. ഞാൻ പല പ്രാവശ്യം പുള്ളിയുടെ ചർച്ചിൽ പോയി ടീച്ചിങ് ചെയ്യാറുണ്ട്. ഇന്ന് പുള്ളിയുടെ ചർച്ചിൽ പോയാൽ ഒരു വലിയ സന്തോഷമാണ് നമുക്ക്. ഏകദേശം 100 പേരിൽ കൂടുതൽ വിശ്വാസികളുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 70 to 80% പാകിസ്ഥാനികളാണ്. പിന്നെ നേപ്പാളികളുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, അഫ്ഗാനീസ് ആൻഡ് ഇന്ത്യൻസ്. സോ അങ്ങനെ അവരും കുടുംബമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ മൊത്തം കുടുംബത്തെ ആൻഡ് ഈവൻ ഞങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസ്, ഞങ്ങളുടെ മക്കള് എല്ലാവരും ഈ മഹത്വമായ ഉള്ള ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം ഞങ്ങളെ വിളിച്ചു, വേർതിരിച്ചു.
ആൻഡ് ഇപ്പൊ ഞങ്ങള് മക്കൾ 4 പേരും 4 പക്ഷെ ദൈവം അത്ഭുത രീതിയിൽ ഞങ്ങളെ ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവം പറയുന്നത് നമ്മൾ ചെയ്യുവാണെങ്കിൽ, ബാക്കി ദൈവം അങ്ങ് നടത്തിക്കോളും. ബിക്കോസ് ആ ദൈവം കൈപിടിച്ച് വഴി നടത്തുന്ന ദൈവം, ഒരിക്കലും വഴി വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഞങ്ങൾക്ക് അത് അനുഭവിക്കാൻ ദൈവം സഹായിച്ചു, വിശ്വാസത്തോട് ജീവിക്കാൻ ദൈവം സഹായിച്ചു. എൻ്റെ മിനിസ്ട്രിയുടെ 30 വർഷം ഞാൻ ബാക്കിലേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് 10 years ഞാൻ GFA എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ കൂടെ ആയിരുന്നു. അവരുടെ ലീഡർഷിപ്പിലായിരുന്നു. അവരുടെ കൂടെ അവർക്ക് വേണ്ടി പല സ്റ്റേറ്റിൽ ബൈബിൾ കോളേജ് തുടങ്ങുവാനും, പഠിപ്പിക്കുവാനും, മിനിസ്ട്രി തുടങ്ങുവാനും, ചർച്ച് തുടങ്ങുവാനും, അങ്ങനെ പലവിധമായ മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. 2006 ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം അന്ന് തൊട്ട് ഇപ്പൊ 20 years ആവുന്നു, ദൈവം പറഞ്ഞ പോലെ വിശ്വാസത്തോട് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ബോംബെയുടെ അടുത്ത് പാൽഘട്ട് ഡിസ്ട്രിക്റ്റില് നാലസുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ബേസ് ചെയ്തുകൊണ്ട് ഹിന്ദിക്കാരുടെ ഇടയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് മലയാളമോ വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല. പക്ഷെ കൊച്ചിലെ തൊട്ട് മലയാളം കുറച്ചൊക്കെ പറയും. പിന്നെ നമ്മളുടെ മലയാളി പാസ്റ്റർമാരുടെയൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ മിനിസ്ട്രി മൊത്തം ഹിന്ദിയിലാണ്. ആൻഡ് ഞങ്ങളുടെ ഇപ്പം നാലസപ്പാറയുടെ ചർച്ചിൽ ഒരു 20 സ്റ്റേറ്റ്സിലെ ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് അതൊരു മൾട്ടി ലിംഗ്വൽ ചർച്ച. എവിടുന്ന് നമ്മൾ ഒത്തിരി പേരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാനും, ഒത്തിരി പേരെ സ്നാനപ്പെടുത്തുവാനും, ഒത്തിരി പേരെ ഫുൾ ടൈം ദൈവത്തിലേക്ക് ഇറക്കുവാനും എല്ലാം ദൈവം സഹായിച്ചു. അങ്ങനെ ഇന്ന് ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ നമുക്ക് ഒരു 8 ചർച്ചസ് ഉണ്ട്, ബ്രാഞ്ചസ്. നോർത്ത് ഇന്ത്യയിൽ ഒരു 10 to 12 സ്റ്റേറ്റ്സിൽ നമുക്ക് വർക്കുണ്ട്, പാസ്റ്റർമാരുണ്ട്. നമ്മൾ ആയിരിക്കുന്ന ഈ ഡിസ്ട്രിക്റ്റില് നമുക്ക് ബൈബിൾ കോളേജ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മിനിസ്ട്രി ചെയ്യുവാനും ലീഡ് ചെയ്യുവാനും ദൈവം സഹായിക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളൊരു പാസ്റ്റർ അസോസിയേഷൻ തുടങ്ങി. അതിനകത്ത് ഇന്ന് 300 കൂടുതൽ പാസ്റ്റർമാരുണ്ട്. അവർക്ക് വേണ്ടി ടൈം ടു ടൈം ക്രിസ്ത്യൻ സെമിനാർസ് ചെയ്യുവാനും, ടീച്ചിങ്സ് നടത്തുവാനും, ലേഡീസ് മീറ്റിംഗ്, യൂത്ത് മീറ്റിംഗ്, VBS നടത്തുവാനും, സ്പോർട്സ് നടത്തുവാനും, പിന്നെ ഗവൺമെന്റൽ ലെവലിൽ സംസാരിക്കുവാനും, സെമിട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യുവാനും, പല സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കുവാനും, അങ്ങനെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നടത്തുവാനെല്ലാം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ദൈവം ഇന്ത്യയിലെ ഓൾമോസ്റ്റ് 2-3 സ്റ്റേറ്റ് വിട്ടിട്ട് എല്ലാ സ്റ്റേറ്റിലും ദൈവം കൊണ്ടുപോയി വചനം പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും എല്ലാം. ആൻഡ് അങ്ങനെ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത് പല കൺട്രീസിലും ഒരു 15+ കൺട്രീസിൽ പോയി ഈ വചനം പഠിപ്പിക്കുവാനെല്ലാം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഓരോ കോർണേഴ്സിലും പോവാനും, ടീമായിട്ട് പോവാനും, പ്രവർത്തിക്കുവാനും എല്ലാം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഔട്ട് ഓഫ് ഇന്ത്യയിലും ഏതൊക്കെ കൺട്രീസിൽ ദൈവം കൊണ്ടുപോകുന്നു അവിടെ എല്ലാം പോയി വചനം പ്രസംഗിക്കുവാനും, ദൈവവേല ചെയ്യുവാനും, പലരെയും ദൈവവേലയ്ക്കായിട്ട് എൻകറേജ് ചെയ്യുവാനും എല്ലാം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ എൻ്റെ കൂട്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നതാണ്. പുള്ളിക്കാരത്തി നേരത്തെ മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു. അത് പിന്നെ ഡിവൈഡ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ഛത്തീസ്ഗഡ് ആയി. ഛത്തീസ്ഗഡിൽ
അവരുടെ പേരൻസ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെ എൻ്റെ വൈഫ് അവിടെ ജനിച്ചു വളർന്നത്. സോ എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ദൈവം ഞങ്ങൾക്ക് തിയോളജിക്കൽ സ്റ്റഡീസ് ചെയ്യുവാൻ സഹായിച്ചു. എനിക്ക് എൻ്റെ BTH അത് കഴിഞ്ഞിട്ട് MDയും പിന്നെ MTH പിന്നെ ഒരു PhD ഒക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ തന്നെ എൻ്റെ വൈഫിന് BTH കഴിഞ്ഞിട്ട് SABC MDiv ചെയ്യുവാൻ ദൈവം സഹായിച്ചു. സോ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു, ചർച്ചിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, നോക്കുന്നു. ഞങ്ങളുടെ കൂടെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്. അവരെല്ലാം കണ്ടിന്യൂസ്ലി പ്രോത്സാഹിപ്പിക്കാനും ലീഡ് ചെയ്യുവാനും എല്ലാം ദൈവം സഹായിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ഒരു മോളെയാണ് തന്നിരിക്കുന്നത്. മോക്ക് ഇപ്പം 21 വയസ്സാവുന്നു. ഗ്രാജുവേഷൻ അടുത്ത മാസം തീരും. ആൻഡ് അവളും ഞങ്ങളുടെ മിനിസ്ട്രിയിലേക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. ബിക്കോസ് ഷീസ് എ വർഷിപ്പ് ലീഡർ ആൻഡ് പലരെയും മ്യൂസിക് പഠിപ്പിക്കുകയും ആൻഡ് പാടാനും എല്ലാത്തിനും ദൈവം ഒരു വലിയ കഴിവ് മോക്കും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവമെല്ലാം ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പേരൻസ്, ഞങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരും പല സ്ഥലത്താണെങ്കിലും ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ഇത് മാത്രമേ ഉള്ളൂ. ദൈവം അയക്കുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുവാനുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അത് മാത്രമേ ആഗ്രഹമുള്ളൂ. ആരും എത്താത്തടത്ത് ഞങ്ങൾ എത്താൻ ആഗ്രഹിക്കും. ആരും പോകാത്തടത്ത് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കും. ഇന്നും ഞാൻ ഇന്ത്യയുടെ പല ഇന്റീരിയർ വില്ലേജസ് പോകാറുണ്ട്. ചിലയിടത്ത് നക്സലൈറ്റ്സ് കാരണത്താലുള്ള ബുദ്ധിമുട്ടുണ്ട്. അവിടെ പ്രീച്ചേഴ്സ് ആരും പോകത്തില്ല പേടിച്ച്. പക്ഷെ ഞാൻ അവിടെ എല്ലാം പോകും. പലയിടത്തും പോകുമ്പോൾ അവിടെ ടോയ്ലറ്റ് ഇല്ല, പലയിടത്ത് പോകുമ്പോൾ അവിടെ കറണ്ട് ഇപ്പോഴും ഇല്ല. പക്ഷെ അങ്ങനത്തെ സ്ഥലത്തിലും പോയി പ്രവർത്തിക്കുവാനും ചർച്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും അവിടെ പാസ്റ്റർമാരെ ആക്കുവാനും എല്ലാം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സോ എനിക്കുള്ള പ്രയർ റിക്വസ്റ്റ്, എന്നെ കേൾക്കുന്ന എല്ലാ അറോമ TVയുടെ ഓഡിയൻസിനോട് ആഗ്രഹമുള്ള ഇതാ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ബലത്താലോ ഞങ്ങളുടെ ശക്തിയാലോ ഒന്നുമല്ല. ഞങ്ങൾക്ക് FCR ഇല്ല, ഞങ്ങൾക്ക് ഒരു സ്പോൺസേഴ്സ് ഇല്ല, ഒരു ഡോണേഴ്സും ഇല്ല. പക്ഷെ വിശ്വാസത്തോട് മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫർദർ മോർ ഞങ്ങൾ ഇതേ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. ദൈവ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് ദൈവം തന്ന മിനിസ്ട്രിയെ നയിക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ എനിക്കുള്ള റിക്വസ്റ്റ് എല്ലാവരോടും ഇതാ, പ്ലീസ് കണ്ടിന്യൂ ടു പ്രേ ഫോർ അസ്. ആൻഡ് ഞങ്ങളുടെ ഒരു ചർച്ചസിലും മലയാളികൾ ആരും ഇല്ല. ഇപ്പൊ ഛത്തീസ്ഗഡിലെ ചർച്ച് അത് ഛത്തീസ്ഗഡിയില്ല, ബംഗാളിലെ ചർച്ച് എല്ലാം ബംഗാളിയില്ല, ഒറീസയുടെ ചർച്ചസ് എല്ലാം ഒറിയയില്ല. സോ നേറ്റീവ് മിഷണറീസിനെ വാർത്തെടുക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ആൻഡ് അവരുടെ കൂടെ നിൽക്കുവാനും ആ ദൈവം നമ്മളെ പഠിപ്പിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്കുന്ന ബേർഡൻ. സോ ആ ബേർഡൻ അനുസരിച്ച് ഇന്നുവരെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഫർദർ മോർ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ആൻഡ് ഐ ബിലീവ് God will hear your prayers and will help us to stand firm. So, thank you once again. എല്ലാവർക്കും നന്ദി. Aroma TV and Pastor Daniel, thank you very much for inviting. So, ഞാൻ ഈ സമയത്ത് ഒരു ചെറിയ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. I want to pray for each and every one of you. Thank you, Lord. Thank you, Lord.
ലോർഡ്, യു ആർ എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. അതിശയം പ്രവർത്തിക്കുന്ന ദൈവം നീയാണല്ലോ. വിളിച്ച ദൈവം, നീ വിശ്വസ്തനാ. ദൈവമേ, ഞങ്ങളുടെ ഈ ചാനലില് ദൈവമേ, ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഓഡിയൻസിനെയും ദൈവമേ നീ ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങള്, അവരുടെ ജീവിതത്തിലെ ഓരോ നീഡ്സ് ദൈവമേ നീ അറിയുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിലെ തേഴ്സ്റ്റ്, that hunger, oh Lord, you know it. Hallelujah. ദൈവമേ, എല്ലാവരും നീ ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, നിന്റെ വചനപ്രകാരം ജീവിക്കുവാനും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാനും എല്ലാം നീ സഹായിച്ചാട്ടെ. ദൈവമേ, നമ്മളുടെ കൺട്രിയെ നിന്റെ സന്നിധി ഏൽപ്പിക്കുന്നു. ഈ ഭാരതത്തെ നീ അനുഗ്രഹിച്ചാട്ടെ. എവിടുത്തെ മിനിസ്ട്രിയെ നീ വർദ്ധിപ്പിച്ചാട്ടെ. എതിർപ്പും പ്രയാസവും എല്ലാം ഉണ്ടല്ലോ, പക്ഷെ അതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവമേ വിശ്വാസത്തോട് നിനക്ക് വേണ്ടി നിൽക്കുവാനും ജീവിക്കുവാനും ദൈവമേ എല്ലാവരെയും നീ സഹായിച്ചാട്ടെ. എല്ലാ ചർച്ചസിനെ നീ അനുഗ്രഹിച്ചാട്ടെ. എല്ലാ പാസ്റ്റർമാരെ നീ അനുഗ്രഹിച്ചാട്ടെ. എല്ലാ വിശ്വാസികളെ നീ അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോണിനെയും കുടുംബത്തെയും ദൈവമേ നീ അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ഈ നടത്തുന്ന അറോമ TV മിനിസ്ട്രിയെ നീ അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, പ്രാർത്ഥന എല്ലാം കേട്ടിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. മാനവ മഹത്വം അങ്ങേ തന്നെ ഏൽപ്പിക്കുന്നു. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 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 താങ്ക് യു. താങ്ക് യു. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാം കെ മത്തായി അവറുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. മലയാളത്തിൽ ഈ സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു കർത്തൃദാസനമുള്ളതായ ഒരു വാഗ്ദത്ത നിവർത്തി കൂടിയാണ് ഈ സാക്ഷ്യം ഇങ്ങനെ മലയാളത്തിൽ കൂടി പറയുവാൻ തക്കവണ്ണം ദൈവം അവസരം ഒരുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു ടെറിട്ടറി വെച്ചിട്ടില്ല. ദൈവം എല്ലാ വഴികളും എല്ലാ ഭാഷകളും എല്ലാ ദേശങ്ങളിലും പോയി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഒരു ഓപ്പണിങ് തന്നിരിക്കുകയാണ്. അവിടെ ഭാഷയെന്നോ ദേശമെന്നോ സംസ്കാരമെന്നോ വ്യത്യാസമില്ലാതെ സകല ജാതികളുടെയും ഇടയിലേക്ക് പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ എന്ന് കർത്താവ് നമുക്ക് കൽപ്പന തന്നു. അതുകൊണ്ട് തന്നെ ദൈവദാസൻ ഈ സാക്ഷ്യം ഇന്ന് പ്രസ്താവിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ആർമി ഓഫീസറുടെ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ടു. ആ വന്ന സാഹചര്യം അനുസരിച്ച് അന്നത്തെ ചിന്താഗതി അനുസരിച്ച് ഒരു മെഡിക്കൽ ഡോക്ടർ ആയി തീരുക എന്നുള്ളതായിരുന്നു. അത് സ്വാഭാവികമായി ജനിച്ചു വളർത്തപ്പെട്ടതായ സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഒത്തിരി ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമായിരുന്നു അത്. ഒരു മെഡിക്കൽ ഡോക്ടറായി മാറിയിരുന്നുവെങ്കിൽ ദേവദാസന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ അടുക്കലേക്ക് ഏതെങ്കിലും പ്രത്യേക രോഗത്തിന് ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഫർദർ ഡിസിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് ശാരീരികമായ ആരോഗ്യ പ്രശ്നമുള്ള ചില പ്രിയപ്പെട്ടവർ വല്ലപ്പോഴും ഒക്കെ വന്ന് കൺസൾട്ട് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം തികച്ചും ആ റൂട്ട്, ആ ഒരു പ്രോഗ്രാം അത് അവിടം കൊണ്ട് ലിമിറ്റ് ചെയ്യാതെ ദൈവം അതിനെ അപ്ഡേറ്റ് ചെയ്തു. ദൈവദാസന്റെ അടുക്കലേക്കല്ല ഇന്ന് ആൾക്കാർ വരുന്നത്, അതിനേക്കാൾ ഉപരിയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും. ദൈവദാസന് ഒരു ക്ലിനിക്കിലോ ഒരു ഹോസ്പിറ്റലോ ഇരുന്നാൽ അവിടെ വരുന്ന രോഗികളെ മാത്രം ചികിത്സിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പാപരോഗത്താൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന അനേക ആയിരങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരിൽ ഒരുവനെ പോലെ അവരുടെ ഇടയിൽ താമസിച്ച് അവരുടെ ഭാഷയിൽ അവരോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, അവരുടെ പാപരോഗത്തിന് ചികിത്സിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് സുവിശേഷം പറയുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുവാൻ, അവിടെ സഭ ആരംഭിക്കുവാൻ, ദൈവപ്രവൃത്തി
ആ നിലയിൽ ശക്തമായി ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണ്, എത്ര വ്യത്യസ്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷെങ്കിൽ MBBS പഠിക്കാൻ പോയിരുന്നുവെങ്കിൽ ഒരു ഡോക്ടറൽ സർട്ടിഫിക്കറ്റ് കൈവശം നമുക്ക് ഉണ്ടാകുമായിരിക്കാം. ആ ഒരു ഫ്രെയിം ചെയ്ത് ഒരു ബോർഡിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരെഴുതി വെക്കാമായിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനോട് ദർശനത്തിലൂടെ അവിടെ ഇരിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും മുകളിൽ ഇരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകങ്ങളെക്കാളൊക്കെ ഏറ്റവും മേലെ ഇരിക്കുന്ന പുസ്തകമാണ് ഈ വിശുദ്ധ വേദപുസ്തകം എന്ന് ചൂണ്ടിക്കാണിക്കുകയും ആ തിരുവെഴുത്തെടുത്ത് കൈകളിൽ തന്നിട്ട് നീ പുറപ്പെടുവാൻ പറയുകയും ചെയ്തത് ഒരു ഡോക്ടറൽ ഡിഗ്രിയേക്കാൾ, ആ ഒരു പൊസിഷനേക്കാൾ എത്രയോ വലിയ പദവിയാണ് കർത്താവ് ദൈവദാസന്റെ കരങ്ങൾ ഭരമേൽപ്പിച്ചത് എന്ന് അത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ തരുന്ന പദവികളെക്കാളും ആദരവുകളെക്കാളും അംഗീകാരങ്ങളെക്കാളും എത്രയോ വലുതാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ അത് കേട്ട് അതിന് ചെവി കൊടുത്ത് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആദരവുകളും അംഗീകാരങ്ങളും ആ അനുഗ്രഹങ്ങളും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് അതിൽ കൂടി യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പ്രിയ സാംപാസ്റ്റർക്ക് ആമേൻ അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി, ദൈവം നടത്തിയ അസാധാരണമായ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ എളിമയോടെ വളരെ വിനയത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾ കുടുംബമായി ദൈവമാക്കിയിരിക്കുന്നിടത്ത് അയക്കുന്ന ഇടങ്ങളിൽ പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ കുടുംബമായി എല്ലാവരെയും, സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചു ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ ഇനി വേറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തില് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പ്രസ്താവിപ്പാൻ അരോമ TVയിൽ കടന്നു വന്നതിന് കർത്താവിന് ദാസനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ തലമുറയിൽ എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പ്രിയപ്പെട്ടവർ ദൈവശബ്ദം കേട്ടിട്ടും വ്യക്തമായ ദൈവിക ദർശനവും വെളിപ്പാടും ഉണ്ടായിട്ടും അതിന് ചെവി കൊടുക്കാതെ, ഒരുപക്ഷെ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കൊരു കുറ്റബോധം വരുവാൻ ഇടയായിത്തീരട്ടെ. ഈ സാക്ഷ്യം കേട്ടിട്ട്, ഈ സന്ദേശം കേട്ടിട്ട് നമ്മുടെ ജീവിതം ഒന്ന് തിരുത്തുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന് പ്രസാദമായി തീരും. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം വിധേയപ്പെടുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. ഒരുപാട് പ്രിയപ്പെട്ടവര് പ്രാർത്ഥനയ്ക്കായിട്ട് വിഷയങ്ങൾ പറയാറുണ്ട്. അവരൊക്കെ ചെന്ന് കുടുങ്ങിക്കിടക്കുകയാണ്, രക്ഷപ്പെടാൻ കഴിയാതെ പല മേഖലകളിൽ, പല നിലകളിൽ അവരൊക്കെ ആയി തീർന്നിരിക്കുക. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ളവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ കർത്താവ് അവരോട് ഇടപെട്ടിട്ടുണ്ട്, കർത്താവ് അവരോട് സംസാരിച്ചിട്ടുണ്ട്, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ. എന്നാൽ അവരതിന് ചെവി കൊടുക്കാതെ പോയതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ബിലിയാമിന്റെ കഴുതയുടെ മുൻപിൽ ദൈവത്തിന്റെ ദൂതൻ നിന്ന് തടഞ്ഞതുപോലെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ അവർ തടയപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ സാക്ഷ്യം കേട്ടിട്ട് ജീവിതത്തിലൊരു തീരുമാനത്തിലേക്ക് വരുവാൻ ആര് തയ്യാറാകുമോ? പ്രായം ഒരു വിഷയമല്ല, സമയം ഒരു വിഷയമല്ല, സാഹചര്യം ഒരു വിഷയമല്ല, പണം ഒരു വിഷയമല്ല. എല്ലാം കർത്താവ് ഒരുക്കിക്കോളും. സമർപ്പിക്കൂ. ഈ സാക്ഷി നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ദൈവദാസനെയും കുടുംബത്തെ അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.